മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ ഒരു അറ്റത്തുനിന്ന് നമ്മൾ മറ്റേ മീൻസ് കാസർഗോഡ് വരെ ഒന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറിയ കച്ചവട സ്ഥാപനക്കാരെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. കേരളത്തിൽ ഇത് ചർച്ച ആയിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കുന്നതിനുള്ള ഒരു പഠനമാണ് എൻ്റെ ഈ വീഡിയോ. മാന്യപ്രേക്ഷകർ ഇത് കൃത്യമായി വീഡിയോ ഒന്ന് കണ്ടാൽ നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മുതൽ കാസർഗോഡ് വരെ ഒന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ പല പിന്നെ കച്ചവട സ്ഥാപനങ്ങളും പൂട്ടിയ അവസ്ഥയിലാണ്. കച്ചവടക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പല സ്ഥാപനങ്ങളും 50%, 60% ഈ റിട്ടെയിൽ കുറച്ചുകൊണ്ട് പല റിബേറ്റും കൊടുത്തുകൊണ്ട് കട അവസാനിപ്പിക്കുന്ന അവസ്ഥ. പലതും പിന്നെ കച്ചവട സ്ഥാപനങ്ങൾ അവസാനിപ്പിക്കുന്നു, ചുരുങ്ങിയ വിലയിൽ വിൽക്കുന്ന ഒരു കൂട്ടർ, പിന്നെ അതുപോലെ ഷട്ടർ ഇടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടർ, വലിയ ഒരു ഭയാനകമായുള്ള ഒരു മാനസികമായ സംഘർഷം ഉണ്ടാക്കുന്ന പല അവസ്ഥകളിൽ നേരിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും പല റിക്കവറി ആയിട്ടും റവന്യൂ ആയിട്ടും പല ഷോപ്പുകളെയും കാത്തിരിക്കുന്നത് ഡെമസ്തനസിന്റെ വാള് പോലെയുള്ള കാര്യങ്ങളാണ്. പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, പലരും ആത്മഹത്യയിലേക്ക് പോകുന്ന അവസ്ഥയാണ്. മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. സാധാരണക്കാർക്ക് ഒരു ഷോപ്പിനും ഒരു ശമ്പളക്കാരനും വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വലിയ അവസ്ഥയിലേക്കാണ്. എന്താണ് അതിൻ്റെ കാരണം എന്നൊന്ന് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് പർച്ചേസിങ്ങിനുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള മലയാളികൾ വളരെ പിന്നിലായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അവരുടെ കയ്യിൽ കാശുണ്ടാവും? നമുക്ക് രണ്ട് തരത്തിലുള്ള വരുമാനമാണ്. ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റേറ്റിൻ്റെ GDP എന്ന് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും വ്യവസായങ്ങൾ വേണം. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധിയെങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് വേണം. അതുമില്ല. ഇവിടെ രണ്ട് വ്യവസായങ്ങളാണുള്ളത്. ഒന്ന് ലോട്ടറിയും ഒന്ന് മദ്യവും. ഈവൻ നമ്മൾ തമിഴ്നാട്ടിൽ പോയാൽ തന്നെ നമുക്ക് ഈ രണ്ട് സാധനമില്ല, അവിടെ ഒരുപാട് വ്യവസായങ്ങൾ. അപ്പോൾ പറയും അവിടെ സ്ഥലത്തിൻ്റെ പരിമിതി, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ എന്താണെങ്കിലും തന്നെയും നമ്മൾ ഉള്ള സ്ഥലത്തിൻ്റെ പരിമിതി വെച്ചുകൊണ്ട് നമുക്ക് ചെറിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ തുടങ്ങിയ സംരംഭകരെന്നെ പൂട്ടാനുള്ള എല്ലാ പണികളും ഇവരെന്നെ ചെയ്യും. ഇപ്പോൾ വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരാം, ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ. അപ്പോൾ എന്താണ് ഈ വ്യാപാരികളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇന്ന് അതിന് ഒരു പ്രധാനമായിട്ട്